എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് ഈ ഒരു ചൂടുകാലത്ത് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ടും ആർക്കും വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കി വെക്കാൻ പറ്റിയ ഹെൽത്തി ജ്യൂസ് മിക്സ് തയ്യാറാക്കി എടുക്കുന്ന വീഡിയോ ആണ്. ഇതുപോലെ ഉണ്ടാക്കി വെക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പലതരത്തിലുള്ള ടിൻ പൗഡർ വാങ്ങി കഴിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയ ഈ ഒരു ഹെൽത്തി മിക്സ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ ഡയബറ്റിക്കും കൊളസ്ട്രോളൊക്കെ മൂലം കഷ്ടപ്പെടുന്ന എന്റെ കൂട്ടുകാർക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ആർക്കും വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ജ്യൂസ് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എന്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിക്കണേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ഹെൽത്തി മിക്സ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ നെല്ലിക്കയും 1/2 കിലോ ബീട്രൂട്ടുമാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ നെല്ലിക്കയും ബീട്രൂട്ടും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു വലിയ പാത്രം എടുത്തു വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നെല്ലിക്കയും ബീട്രൂട്ടും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. രാവിലെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഒറ്റ വെയിൽ കൊണ്ട് തന്നെ ഇത് വൈകിട്ടാവുമ്പോൾ ഉണക്കിയെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, നെല്ലിക്കയും ബീട്രൂട്ടും. ഇനി നമുക്ക് നല്ല വെയിലത്ത് വെച്ചിട്ട് ഇതൊന്ന് ഉണക്കിയെടുക്കാം. നല്ല വെയിൽ കൊണ്ട് ഉണങ്ങാനാണെങ്കിൽ ഒറ്റ വെയിൽ മതിയാകും. അങ്ങനെ നമ്മുടെ നെല്ലിക്കയും ബീട്രൂട്ടും ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കഷ്ണം ചുക്കും കൂടി ചേർത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പോ നിങ്ങൾക്ക് മധുരം ചേർത്തിട്ടാണ് ഈ ഒരു പൊടി തയ്യാറാക്കി എടുക്കേണ്ടതെങ്കിൽ കൽക്കണ്ടം ചേർത്ത് പൊടിച്ചെടുക്കാം. ഞാനിവിടെ പകുതി ഭാഗത്തോളം കൽക്കണ്ടം ചേർത്ത് പകുതി ഭാഗത്തോളം കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. കാരണം മധുരം കഴിക്കാത്ത ആൾക്കാർക്കും കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാർക്ക് കഴിക്കാനായിട്ട്, അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാനായിട്ട് കൽക്കണ്ടം ചേർത്തും കൂടെ ആണ് ഞാനിവിടെ പൊടിച്ചെടുക്കാനും പോകുന്നത്. ഞാനിവിടെ 2 ചെറിയ കഷ്ണം ഇതുപോലെ 2 ചെറിയ കഷ്ണം ചുക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊരു കല്ലിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ച ചുക്ക് ഇതിലേക്ക് ചേർക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് ജീരകം, കുരുമുളക് ചേർത്ത് വേണമെങ്കിൽ പൊടിക്കാവുന്നതാണ്. ഞാനിപ്പോ ഈ ഒരു ചുക്ക് മാത്രമാണ് ചേർക്കുന്നത്. ഒരു ഉണങ്ങിയിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് വാരിയിട്ട് കൊടുത്ത് നമുക്കിത് പൊടിച്ചെടുക്കാം. ഈ ഒരു ചൂടുകാലത്ത് എത്ര വെള്ളം കുടിച്ചാലും മതി വരാത്ത സമയത്ത് ഇതുപോലെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു പൊടി തയ്യാറാക്കി വെക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് വെള്ളത്തിൽ ചേർത്ത് കുടിക്കാവുന്നതാണ്. ഞാനിവിടെ ഇതിലേക്ക് കൽക്കണ്ടം കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കറക്കി എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് നെല്ലിക്ക പൗഡർ നല്ല ഫൈൻ ആയിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിച്ച പൗഡർ ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ പൗഡർ മാറ്റിയിട്ട് ബാക്കിയുള്ള പൗഡർ കൂടെ പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഉപ്പ് ചേർത്ത് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൗഡർ ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം അടുത്ത പൗഡർ നമുക്ക് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. അങ്ങനെ ഉപ്പ് ചേർത്ത് പൊടിച്ചിട്ടുള്ള പൗഡറും ഇതേ കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കി എടുക്കാനുള്ള ഒരു ജാർ എടുത്ത് വെക്കാം. ഇനി ഇതിലേക്ക് ജ്യൂസിന് ആവശ്യമായ ഹെൽത്തി പൗഡർ ചേർക്കാം. ഞാനിവിടെ ഒരു 3 ഗ്ലാസ്സിന് 3 സ്പൂൺ അളവിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഐസ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുതിർത്തിയെടുത്തിട്ടുള്ള ചിയാ സീഡ് ചേർക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ ജ്യൂസ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഈ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എന്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി, സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.